ഞാൻ ഒരിക്കലും സാമ്പത്തികമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഒരിക്കലും നടത്തിയിട്ടില്ല. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലെങ്കിലും ധാരാളം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ 25 കൊല്ലത്തിലധികമായി, പക്ഷെ ഒരു പൈസ പോലും അതിൽ നിന്നും ഒരു വരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം അത് വിട്ടുപോവുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേസമയം എങ്ങനെ ഈ സമൂഹം വിശ്വസിക്കും എന്നുള്ളതാണ് മനസ്സിലായത്. വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസിഡന്റ് നികേഷ് സാറ് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നി? ഇന്ത്യ വിഷനിൽ നിന്നും പല സ്ഥലത്തും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു അലൂമിനി ഗെറ്റ് ടുഗദർ. മറ്റൊരു പ്രധാനമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള അവർ വിചാരിക്കുന്നത് ഞാൻ ഉള്ള ഓരോ വ്യക്തികളോടും വ്യക്തിപരമായ വൈരാഗ്യം സൂക്ഷിക്കുന്ന ആളല്ല. അതിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു മുഖം എൻ്റേതായി പോയതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ഞാൻ ഒറ്റയ്ക്ക് പേറേണ്ടി വന്നിട്ട് ഏതോ സമയത്ത് എവിടെയോ ഇരിക്കുന്ന ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരികയാണ്. പക്ഷെ ഇത്ര വലിയ വിവാദങ്ങളാകും, ആ വിഷയങ്ങൾ ഇത്ര വലിയ വിവാദങ്ങളാകുമെന്ന് എഡിറ്റോറിയലോട് ഏറെക്കുറെ അറിയാം, ബോധ്യം ഉണ്ടാവുമല്ലോ. നമ്മൾ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കണം, നമ്മൾ സർക്കാർ ജോലികൾ സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനമായിരുന്നു അവരതിൽ നിന്നും. അവിടെയും ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മുതിർന്ന ഒരു മഹിളയുടെ അതും എനിക്ക് വല്ലാത്തൊരു ഷോക്ക്. മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞാനാണ് അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിണറായി എന്ന് പറയുന്ന വ്യക്തിയിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകളൊക്കെ വന്നു. കേസുകളൊക്കെ ഞാൻ ഒറ്റക്കാണ് നേരിട്ടത്. കാരണം ജി സുധാകരൻ, കെ സുധാകരൻ പല രീതിയിലാണ് എന്നെ വായിക്കപ്പെടുന്നതെങ്കിലും ചിലർ എന്നെ വില്ലനായിട്ട് വായിക്കുന്നുണ്ടാകാം, ചിലർ നായകനായിട്ട് വായിക്കുന്നുണ്ടാകാം, ചിലർ ഒരു മീഡിയോക്കറായിട്ട് കാണുന്നുണ്ടാവാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുനാഥനായി കാണുന്നു, അതോടൊപ്പം എൻ്റെ ബോസായിരുന്നു ഇന്ത്യ വിഷണൽ കാലത്ത്, മുനീർ സാഹിബാണ്. മുനീർ സാഹിബ്, അസ്സലാമു അലൈക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. 2003 ഇന്ത്യ വിഷണൻ്റെ വരവിൽ ഞാനും എൻ്റെ ഭാഗമായിരുന്നു. വർഷങ്ങളോളം ഞാൻ നിന്നാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്നിരിക്കാൻ ഇത്രമാത്രം വളർന്നതും ഇന്ത്യ വിഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ വരാനും പറ്റിയത്. പിന്നെ നികേഷ് സാർ ഇത്രയാക്കി എന്നെ, അതെല്ലാം ഓർമ്മയിൽ വരുവാണ്. പക്ഷേ എനിക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ജപ്തി വാർത്തയുമായി ബന്ധപ്പെട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊരു സംഭവം ഉണ്ടായി. ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചത് താങ്കൾ വലിയ സമ്പന്നനായിരുന്നു എന്നാണ്. എവിടെയാണ് മുനീർ സാഹിബ് വീഴ്ച പറ്റിയത്? വീഴ്ച എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ഈ സാമ്പത്തികമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഒരിക്കലും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ വിഷൻ ഉണ്ടാക്കുമ്പോഴും ഒരു സാമ്പത്തിക മെച്ചത്തിന് വേണ്ടിയല്ല. കാരണം എനിക്കതിൽ വലിയൊരു സ്റ്റേക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള രീതിയിലാണ്. ജേർണലിസ്റ്റുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു 24x7 ന്യൂസ് മാത്രമുള്ള ഒരു ചാനൽ ആ സമയത്ത് വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് പിന്നെ എനിക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലെങ്കിലും ധാരാളം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ബാധ്യത കൂടി പലതും എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി അതിലുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം എന്ന് പറയുന്നത് എനിക്കൊരു പ്രസാധകശാലയുണ്ട്. പിന്നെ ഞാനൊരു വാടക കെട്ടിടത്തിൽ, അത് എൻ്റെ ഒരു
ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാനൊരു ആശുപത്രി 25 റൂം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും 25 കൊല്ലത്തിലധികമായി. പക്ഷെ ഒരു പൈസ പോലും അതിൽ നിന്നും ഒരു വരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പിതാവ് പഠിപ്പിച്ചു തന്ന ഞങ്ങൾക്ക് കച്ചവടം ഞങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ പിതാവും സാമ്പത്തികമായി വളരെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സമയത്തും ഇതേ വീട് ജപ്തിയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ജപ്തി നടപടികളിലേക്ക് വന്നത്. അന്നും ഇതേപോലെ അന്ന് സിദി ഹാജിയൊക്കെ ഉള്ള സമയമാണ്. അദ്ദേഹമൊക്കെ ഇടപെട്ടിട്ടാണ് അതിൻ്റെ ആധാരം നമുക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷെ പിന്നെ ഞാൻ ഒരു ചെറിയ വീടെടുത്തു. ഒരു 8 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട്. അന്ന് MLAക്ക് പിന്നെ ലോണ് കിട്ടുന്നൊരു സമയമായിരുന്നു. ആ ലോണിൽ ഞാനൊരു വീടെടുത്തു. അത് പക്ഷേ തീരെ സൗകര്യമില്ലാത്തൊരു വീടായി. പിന്നീട് ഞങ്ങൾ പിന്നെ സഹോദരിമാരെല്ലാം പറഞ്ഞിട്ട് തറവാട് ഇനി നീ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു വീടായിരുന്നു. അപ്പോൾ അങ്ങനെ പകുതി പൊളിഞ്ഞൊക്കെ നിൽക്കുക. അപ്പോൾ അതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോണ് ഇവിടുത്തെ ടൗൺ ബാങ്കിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അത് 2 ലോണായിട്ട് എടുത്തത് 70 ലക്ഷം രൂപയാണ് അതിന് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ എൻ്റെ പഴയ വീട് വിറ്റു. അതിൽ നിന്ന് ഒരു ലോണ് ഞാൻ വീട്ടിയിട്ടുണ്ട്. പക്ഷെ മറ്റതിങ്ങനെ വീട്ടാൻ പറ്റുമെന്നിങ്ങനെ വിചാരിച്ച് അതിനുള്ള മാർഗങ്ങളൊക്കെ തേടി. പക്ഷേ 1 ടൈം സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുവന്നു. 58 ലക്ഷം ഒറ്റായി. പിന്നെ അത് കൂടി. അപ്പോൾ പിന്നെ അതിൽ നിന്നും 49 രൂപയ്ക്ക് 1 ടൈം സെറ്റിൽമെൻറ്റ് തന്നു. പക്ഷെ അതും വീട്ടാൻ പറ്റാത്ത സമയത്താണ് ഈ 31-ാം തീയതി അവർ ജപ്തിയിലേക്ക് പോകും എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് ബാങ്കിൽ നിന്നാണ് ആ നോട്ടീസ് പുറത്തേക്ക് പോയത്. പക്ഷേ അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഒരിക്കലും അറിയില്ലായിരുന്നു. പക്ഷെ അറിയിക്കാതിരിക്കാൻ എങ്ങനെ തോന്നി? കുടുംബത്തിൽ പറഞ്ഞില്ലേ? എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും അറിയാം. അവരെന്ത് പറഞ്ഞു ആ സമയത്ത്? അവർക്കും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവരതിൽ എന്തിനും തയ്യാറാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എനിക്കെന്ത് ഒരു വൈകാരിക ബന്ധമുള്ള വീടാണ്. മാത്രമല്ല എൻ്റെ വാപ്പയും ഉമ്മയും അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ആ പള്ളിപ്പറമ്പിലാണ്. അപ്പോൾ അത് വിട്ടുപോവുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേസമയം വിടേണ്ടി വന്നാലോ എന്നുള്ള വലിയൊരു അതൊരു സംഘർഷമായിട്ട് മാറി. എനിക്ക് തോന്നുന്നു പല രോഗങ്ങളുടെയും കാരണങ്ങളിൽ ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കാണ്. എന്തെങ്കിലും ഒരു മാർഗ്ഗം എവിടെയെങ്കിലും തുറക്കപ്പെടും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പാർട്ടി ഒരു സഹായത്തിനെത്തും എന്നുള്ളത് ഒരിക്കലും എൻ്റെ വൈൽഡ് ആയിട്ടുള്ള സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ആ പാർട്ടി വലിയ കൈത്താങ്ങാണ് ചെയ്തത്. അത് സത്യസന്ധമായാണ്. പക്ഷേ മുനീർ സാഹിബൊക്കെ നമ്മളൊക്കെ കാണുന്ന മുനീർ സാഹിബ് ഒരു ഫോൺ ചെയ്താൽ മതി, ആ സമയത്ത് പണം ഇവിടെ എത്തുമെന്നാണ് പൊതുവെ പറയുന്നത്. രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി പിന്നെ നമ്മൾ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ പറയുന്ന എല്ലാ പ്രതിസന്ധിയും മറികടക്കാൻ പറ്റുമായിരുന്നു. ഓരോ ഘട്ടത്തിലും എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു സഹായത്തിന് നമുക്ക് ഒരാളുടെ മുന്നിൽ പോകുന്നതോടുകൂടി അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ഭാരിച്ച ഒരു സഹായം ഞാൻ ചോദിക്കാതിരുന്നത്. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വലിയ കടപ്പാടായി മാറുകയും നമുക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിലല്ലാതെ വാങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങുക.
അത് സത്യത്തിൽ അങ്ങനെ വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ബാങ്കിൽ പോകില്ലല്ലോ. ബാങ്കിൽ എന്തിനാണ് പോകുന്നത്? ആരും അറിയാതെ വീട് നിർമ്മിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ബാങ്കിനെ സമീപിക്കുന്നത്. അല്ലാതെ ഏറ്റവും അവസാന കൈയല്ലേ ബാങ്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് ഒരു വല്ലാത്ത കുടുക്കാണ്. അതിൽ പെട്ടുപോയ പല ആളുകളും എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റും അതേപോലെ തന്നെ അത് കെ എം മാണി സാറുള്ള സമയത്ത് റവന്യൂ മിനിസ്റ്റർ ആകുമ്പോൾ ആറാറ് വന്നവർക്കൊക്കെ ഗഡുക്കൾ വാങ്ങിക്കൊടുത്ത ആളാണ് ഞാൻ. 10-20 ഗഡുക്കളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വരുമ്പോൾ അത്ര അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാലും മിനിസ്റ്ററൊക്കെ എന്നെ ഈ പറഞ്ഞ വൺ ടൈം സെറ്റിൽമെൻറ്റിൽ വരുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ആ നോട്ടീസ് കിട്ടുന്ന ഒരു സമയമുണ്ട്, അതൊരു വലിയ മാനസിക സംഘർഷമായിരുന്നു. എന്താണെന്ന് അറിയില്ലാത്ത എനിക്ക് തോന്നുന്നു മുനീർ സാഹിബ് തന്നെ കരഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പിന്നെ ഒരിക്കലും ഇവർ വന്നത്, ഞാൻ സുഖമില്ലാതെ അകത്ത് കിടക്കുന്ന സമയത്ത് ഭാര്യയാണ് വന്ന് പറയുന്നത് ബാങ്കിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഭാര്യേനെ അവരോട് ഇങ്ങനെ അസുഖ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് അവർക്കറിയാമല്ലോ, എന്തെന്നായാലും അവരുടെ ഉള്ളിലൊരു ചെറിയ നന്മ അവർക്കും ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെയാണ് ആ 6 നോട്ടീസ് ഒട്ടിക്കാതെ അവർ പോയത്. അത് കഴിഞ്ഞ് അവർ പിന്നെ ഇത് അതിൻ്റെ ട്രൈബ്യൂണലിലേക്ക് പോവുമല്ലോ. പിന്നെ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് അത് പോയി, പിന്നെ ഓഫീസറുടെ കയ്യിലായി, അഡ്വക്കേറ്റും കാര്യങ്ങളും. അതെ, അവരാണ് പിന്നെ അവർക്കൊന്നും ബാങ്കുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. കുറച്ച് കഴിയുമ്പോൾ അവരെ ഏൽപ്പിക്കും. അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ബാങ്കല്ല ചെയ്യുക. ബാങ്കിന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇത്ര പൈസയെങ്കിലും കുറച്ചെങ്കിലും കിട്ടും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇവർ പിന്നെ അതിനൊന്നും നിൽക്കില്ല. അത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ആ മാനസിക സംഘർഷം എങ്ങനെയാണ് ആ സമയത്ത്? ആ നോട്ടീസിൽ ഇപ്പോൾ 6 നോട്ടീസ് ഒട്ടിക്കാൻ വരുന്നു, വൈഫ് കാണുന്നു, ആ വൈഫിൻ്റെ മാനസികാവസ്ഥ ഭയങ്കരമാണ്. പ്രശ്നം നമ്മുടെ വീട്ടിന് മുമ്പിൽ നോട്ടീസ് ഇടുന്നു, ആളുകൾ എന്ത് പറയും, ആ ഒരു ചിന്താഗതിയൊക്കെ വൈഫിനും പിള്ളേർക്കും ഉണ്ടാവും അല്ലേ? അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരുടെ മനസ്സിലുള്ളത് അന്നത്തെ. പിന്നെ ഞാൻ ഒലിവ് പബ്ലിക്കേഷനിൽ എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഫിറോസ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അവനറിയാം, കാരണം അവനാണ് ബാങ്കിൽ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ ചെയ്തിട്ടുള്ളത്, അവനറിയാം. അപ്പോൾ അവൻ ആണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്, ശ്രദ്ധിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്തെങ്കിലും മാർഗം വേറെ എന്തെങ്കിലും ചെയ്യാൻ? വിൽക്കാൻ ഇപ്പോൾ ഒന്നുമില്ല, എൻ്റെ കയ്യിലുള്ള എല്ലാം വിറ്റ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ആരുടെ അടുത്തെങ്കിലും ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും മാർഗം ഉണ്ടാവും നമുക്ക്. ഇനി ഒന്നുമില്ലെങ്കിൽ അവർ നോട്ടീസ് ഒട്ടിക്കട്ടെ, നമുക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു മനസ്സോടുകൂടി എപ്പോഴും ഇരിക്കുക. അതാണ് ഞാൻ പിന്നെ പറഞ്ഞു. മക്കളെന്ത് പറഞ്ഞു? അവർ പിന്നെ കൂടെ നിൽക്കുമല്ലോ. അല്ല, അവരുടെ ഒരു വിഷമം, അവരുടെയൊക്കെ വിഷമം കാണുമ്പോഴായിരുന്നു മുനീർ സാഹിബ് ഒറ്റയ്ക്ക് റൂമിലിരിക്കേണ്ടി വരുന്നത്. അതെ, ശരിയാണ്. അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. കുട്ടികളുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ അവരെ പഠിപ്പിക്കാനും ഇതേപോലെ തന്നെ ഞാൻ പല ആളുകളുടെ അടുത്ത് പോകേണ്ടതാണ്. പക്ഷെ അത് പോകാതെ ഞാൻ എൻ്റേതായ ചുരുക്കൂട്ടി വെച്ച് ഇതൊക്കെ വെച്ചിട്ടാണ് അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെ ഈ സമൂഹം വിശ്വസിക്കും എന്നുള്ളതാണ് മുനീർ സാഹിബ്, വല്ലാത്തൊരു അവസ്ഥയാണ്. അതല്ല ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ പക്ഷേ എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നൊരു പാഠമുണ്ട്. അദ്ദേഹം തീരെ സാമ്പത്തികമായ ഒരു ഉന്നതിയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ. പക്ഷെ അദ്ദേഹം ഈ 40 വർഷത്തിലധികമായി അദ്ദേഹം വിട പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഓർക്കപ്പെടുന്നത്? അദ്ദേഹം സമ്പന്നനായത് കൊണ്ടല്ലല്ലോ. സമ്പന്നന്മാരെത്ര ജീവിച്ചു മരിച്ചുപോയി, അവരിൽ എത്ര പേര് ഓർക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നിയത് ഈ സമ്പത്തിൻ്റെ മുകളിലാണ് ബന്ധങ്ങൾ, സ്നേഹം കൊടുത്തും വാങ്ങിയും കഴിയുന്നത്, അതിൻ്റെ ഒക്കെ മുകളിലാണെന്ന് ഉള്ളൊരു പാഠമാണ് എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. സത്യത്തിൽ ആ ഒരു ആത്മവിശ്വാസമാണ് ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ ഓർക്കുന്നത്. ആ സമ്പത്തല്ല, അതിൻ്റെ മുകളിൽ നമ്മൾ സത്യത്തിൽ ഈ ബന്ധങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്ന് എൻ്റെ ഈ RR നോട്ടീസിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം അത്ര അധികം ആളുകൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എൻ്റെ സഹപാഠികൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും എന്താ ചെയ്യേണ്ടത്. അപ്പം അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചില്ലേ, അതിനേക്കാൾ വലുതൊന്നും ഇനി നിങ്ങൾക്ക് ചെയ്യാനില്ല. കാരണം അതെനിക്ക് നൽകുന്നൊരു ആത്മവിശ്വാസവും ഒരു ആശ്വാസവും വളരെ വലുതാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോഴും നമ്മൾ ഓർക്കാൻ ഒരു 10,000 ആളുകൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. അസുഖം വന്നു, അസുഖത്തിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു മുഖമായിരുന്നു. ആ മുഖം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. പെട്ടെന്ന് ഒരു ജപ്തിയിലേക്ക് വരുന്നു, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയാകാതെ വരുന്നു. ഇതെല്ലാം താങ്കൾ ഒത്തിരി അലട്ടിയില്ലേ ജീവിതത്തിൽ? അല്ല, സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമുക്ക് കാലാകാലം ഒന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നം എനിക്കും ബോധ്യമുള്ള കാര്യമാണ്. നമുക്ക് ഓടി നടന്ന് ഒരു തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയിലല്ല. ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും എത്തിച്ചേരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഉണ്ടാകണം. അപ്പോൾ അതിന് ഒരു വിഘാതമായി ഞാൻ നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ പാർട്ടിയും കുറച്ചൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു എൻ്റെ ആരോഗ്യ പ്രശ്നത്തിൽ. അല്ലാതെ അവരൊരിക്കലും എന്നെ കൈവിട്ടു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവരെപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. ഇത് എൻ്റെ കൂടി ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട്, അപ്പോൾ ഞാനും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. പുതിയ തലമുറ വരുന്നതിന് ഞാൻ അനുകൂലമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഫൈസൽ ബാബു ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഫൈസൽ ബാബുവിന് വേണ്ടി ഞാൻ രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണല്ലോ. കാരണം എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഇവിടെ മത്സരിക്കുമ്പോൾ അയാൾ ജയിപ്പിക്കേണ്ട ബാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പുതിയ തലമുറ എന്ന് പറയുമ്പോഴും, പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി എന്ന് പറയുമ്പോഴും, ഇതിലും തലമുറയുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്, പൊതുവെ പറയുന്നുണ്ട്. അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യം ഒരു വലിയ ഘടകമല്ലേ. അപ്പം അവരിപ്പോഴും വളരെ സജീവമായി നിൽക്കുന്ന ആളുകൾ, നമുക്ക് ഇതെല്ലാം ഇടകലർത്തിയിട്ടുള്ള ഒരു കുറച്ച് പരിചയസമ്പന്നരുണ്ടാകണം, കുറേ പുതിയ തലമുറ ഉണ്ടാവണം, സ്ത്രീ പ്രാതിനിധ്യം വേണം. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇടതുപക്ഷം നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രായമുള്ള, വളരെ പ്രായമുള്ള ആളുകൾ അതിൽ മത്സരിക്കുന്നു, ആരോഗ്യമില്ലാത്തവരും മത്സരിക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളങ്ങനെയല്ല. നമുക്ക് നമ്മളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അതൊരു മോശം ലിസ്റ്റാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്ര സംഭവമാണ് 2 വനിതകൾ. ചരിത്ര സംഭവമാണ്, ഇത്രയും വർഷങ്ങളിലെ ചരിത്ര സംഭവം. അവിടെയും ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മുതിർന്ന ഒരു മഹിളയുടെ ആ പ്രതിനിധി വന്ന് പ്രശ്നമായി. അത് സമസ്ത പറയുന്നു ജനറൽ സീറ്റിൽ വനിതകൾക്ക് കൊടുത്തതിൽ ഒരു അതൃപ്തി അറിയിക്കുന്നു. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് സമസ്ത ശരിയാണ്, സമസ്ത ഒരു മതസംഘടനയാണ്. അപ്പോൾ സമസ്തക്ക് സമസ്തേൻ്റേതായിട്ടുള്ള വീക്ഷണം ആ കാര്യത്തിലുണ്ടാവും. പക്ഷേ ഇതിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ധാരാളം പരിമിതികളുണ്ട്. അതേസമയം കാലത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനം വളരുകയും വേണം. അപ്പം എന്തായാലും സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാതെ
ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ അപ്പുറത്തുള്ള ചോദ്യം എന്താണ് ഇതേ സമയം ലീഗ് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നൊരു ചോദ്യം വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണല്ലോ ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ലീഗ് എന്ത് ചെയ്തു? ലീഗ് ഇത്തവണ 2 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 2 പേരും ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചുകൂടി യുവത്വത്തിൻ്റെ പ്രതീകമാകണം എന്നുള്ള നിലക്കാണ് ആ 2 പേരുകൾ മുന്നോട്ട് വെച്ചത്. കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ബാലൻസും ഒപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സമയവും ഇല്ല, സാവകാശവും ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അത് ബോധ്യമായി, എല്ലാവരും രംഗത്തിറങ്ങി കഴിഞ്ഞു, ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി. രണ്ടത്താണിക്ക് എന്ത് സംഭവിച്ചു? അല്ല, രണ്ടത്താണിയും ഇതേപോലെ തന്നെ. രണ്ടത്താണിയും കുറേ കാലമായി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രാസംഗികനും പ്രവർത്തകനും, പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ പുനലൂർ പോയി മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുനലൂർ പോയി മത്സരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തിരുരങ്ങാടി അദ്ദേഹത്തിന് ലഭിക്കുമെന്നോ മറ്റോ അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലഭിക്കാതെ വന്നപ്പോൾ പക്ഷേ അതും പാർട്ടി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തെ പാർട്ടി ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ സലാം സാഹിബ് അദ്ദേഹത്തെ പരിഹസിക്കുക ചെയ്തത്. തങ്ങളുടെ വീട്ടിൽ പോയി കരഞ്ഞ് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതെന്ന് ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ അതിനൊന്നും മറുപടി അറിയുന്നില്ല. അല്ല, അതേക്കുറിച്ച് പിന്നീട് അത് ഓരോ വ്യക്തികളും അവരവരുടെ രീതിയിലാണ് പ്രതികരിക്കുക, അത്രേ ഉള്ളൂ. അതാണ്. പക്ഷേ മറ്റൊരു പ്രധാനമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ഒരു ആ ബന്ധങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുന്ന, അതിന് എതിര് നിൽക്കുന്ന ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ആ കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ടോ? ഇല്ല, നമ്മൾ പാർട്ടി, ഞാനതിൻ്റെ എപ്പോഴും പറയാറുള്ളത് സൈദ്ധാന്തിക തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ ഐഡിയോളജിയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയും ചേർന്ന് പോകുന്നതല്ല. അത് പാർട്ടിയുടെ നേതാക്കൾക്കും അതിൽ വേറൊരു അഭിപ്രായമില്ല. കാരണം എനിക്കൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും അതിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. നമ്മൾ രണ്ടുപേരുടെ ഐഡിയോളജി ഒന്നാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ലീഗിൽ ലയിക്കുന്നില്ല. രണ്ടും 2 പാരലൽ ആയിട്ട് പോകുന്ന 2 സിദ്ധാന്തങ്ങളാണ്. പ്രത്യയശാസ്ത്രപരമായി നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്ത ധാരാളം ഘടകങ്ങളുണ്ട് എന്നുള്ളത് അന്നും എന്നും ഞാൻ പറയുന്ന ഒരു ആളാണ്. അതേസമയം ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നമുക്ക് പിന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അവരവർക്ക് അവകാശമുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു UDFന് പിന്തുണ കൊടുക്കാൻ. അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഞാനും ചോദിക്കുന്നുണ്ട്. കാരണം അവരെടുത്തൊരു തീരുമാനം, അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് അവർ പിന്തുണ കൊടുത്തിട്ടുള്ളത്. അന്ന് ഇടതുപക്ഷത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ അവരെ ഒരിക്കലും നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയിലേക്കിടെ ഭാഗമാക്കിയിട്ടില്ല. മുന്നണിയിലേക്ക് പ്രവേശിപ്പിച്ചവരുടെ പട്ടിക VD സതീശൻ വായിച്ചല്ലോ. അതിൽ വെൽഫെയർ പാർട്ടി ഇല്ല. താങ്കൾ മത്സരിക്കുമായിരുന്നെങ്കിൽ ഈ വെൽഫെയർ പാർട്ടി ഇപ്പോൾ പിന്തുണ UDFന് നൽകുന്നു, മത്സരിക്കുമായിരുന്നെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കുമായിരുന്നു? അവരുമായിട്ടുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പിന്തുണ എനിക്ക് അവർ തരുമോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കേണ്ട കാര്യം. മൊത്തത്തിൽ UDFനാണ് പിന്തുണ കൊടുക്കുന്നത്. അത് പക്ഷേ എല്ലാ സ്ഥലത്തും കൊടുത്തോളണമെന്നില്ലല്ലോ. ഇല്ല, മുനീർ സാഹിബിന് എന്തായാലും തരില്ലായിരുന്നു അവർ. അല്ലേ, അവർക്ക് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴും ബോധ്യമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ അവരെ ഉള്ള ഓരോ വ്യക്തികളോടും വ്യക്തിപരമായ വൈരാഗ്യം സൂക്ഷിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും ഈ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളുള്ള 2 പ്രസ്ഥാനമാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമി. അത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന്. എല്ലാവരും മതേതരത്വത്തിലേക്ക് വരുന്നതിനെ
സ്വാഗതം ചെയ്യുന്നവരാണല്ലോ നമ്മൾ. അതെ. എല്ലാവരും മതേതരത്വത്തിലേക്ക് വരണമെന്ന് എത്രയോ കാലം മുമ്പ് പറഞ്ഞ ഖൈദമില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അന്ന് ഇസ്മായിൽ സാഹിബ് നമ്മൾ പൊളിറ്റിക്കലി സ്ട്രെങ്തൻ ചെയ്യപ്പെടണം, മുഖ്യധാരയിൽ നമ്മൾ ഉണ്ടാകണം, നമ്മൾ ഭരണത്തിൽ പങ്കാളികളാകണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ജമാഅത്ത് നിലപാട് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കണം, നമ്മൾ സർക്കാർ ജോലികൾ സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനമായിരുന്നു അവരതിൽ നിന്നും ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായി. അപ്പോൾ സത്യത്തിൽ ലീഗ് അന്ന് പറഞ്ഞു വച്ചതിലേക്ക് അവർ വരുന്നു എന്ന് ഉള്ളതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായത് ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ മുനീർ സാഹിബിന് മാത്രമായിരുന്നു എന്ന് എൻ്റെ വിശ്വാസം. ഞാൻ വായിച്ചതും ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് പാർട്ടിക്കുള്ളിൽ അതിൻ്റെ ഒരു വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പാർട്ടി എപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടി വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ നിലപാട് എക്കാലവും ഉള്ള നിലപാട്, പാർട്ടി ഇന്ന് വെച്ച് പുലർത്തുന്ന നിലപാട് ഞാൻ ആവർത്തിച്ചിട്ട് ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരുടെയും ഭാഷ ഒന്നായിരിക്കില്ലല്ലോ. അപ്പോൾ എൻ്റെത് കുറച്ച് കടന്നു പോയിട്ടുണ്ടാവും, അത് തോന്നുന്നുണ്ട്. അതുണ്ട്. അത് നമ്മുടെ ആ കാലത്തുള്ള ഇത് പ്രത്യേകിച്ചു അന്ന് കുറച്ചുകൂടി ചെറുപ്പമായ സമയത്ത് കൂടുതലായി നമ്മൾ അവരെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ഒരു വാദപ്രതിവാദത്തിനൊന്നും ഞാൻ നിൽക്കാറില്ല. ഇന്ത്യ വിഷൻ പ്രതിസന്ധിയിലാകുമെന്ന് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ നാളുകൾ ക്ഷണമായി. ആ സമയത്ത് വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് പോകുന്നു, അടച്ചു പൂട്ടിയ സമയത്ത് എന്താണ് ആദ്യം തോന്നിയത്? എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു നമ്മൾ വളർത്തിക്കൊണ്ടത് ഒരു കുഞ്ഞല്ലേ. അപ്പോൾ അത് അടച്ചു പൂട്ടുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസം, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളുടെ ജീവിതങ്ങളുണ്ട്. ഒന്ന് അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ കുടുംബം, അവരുടെ ജീവിതങ്ങൾ, പിന്നെ ഇതിൽ കഫ്തീരിയയിൽ വരെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇതിലേക്ക് ഓഹരി ആയി വന്ന് അതിൻ്റെ ഭാഗമായി അങ്ങനെയുള്ള കുറേ ആളുകൾ, ഇവരെ ഒക്കെ ഓർത്തിട്ടുള്ളൊരു പ്രയാസം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ചിലപ്പം പിന്നെ വ്യക്തിപരമായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് പറയുന്ന വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകളൊക്കെ വന്നിരുന്നു. ആ കേസുകളൊക്കെ ഞാൻ ഒറ്റക്കാണ് നേരിട്ടത്. കാരണം ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടതല്ല. ഇതിനൊരു ഡയറക്റ്റ് ബോർഡ് ഉണ്ടായിരുന്നു, ധാരാളം ഡയറക്റ്റ് ബോർഡ് അംഗങ്ങളുണ്ടായിരുന്നു, ധാരാളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു മുഖം എൻ്റേതായി പോയതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ഞാൻ ഒറ്റയ്ക്ക് പേറേണ്ടി വന്നിട്ടുണ്ട്. അത് അപ്പോൾ അതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് അത് നമുക്ക് പുറത്ത് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ ആരെയെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഇതിനകത്തുള്ള ജേർണലിസ്റ്റുകളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇതിൽ ഓഹരി എടുത്തവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൽ വന്ന വാർത്തകളുടെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? അത് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസത്തിൽ പാർട്ടിയുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു ബാധ്യത പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഒരു ഡയലമ കാര്യത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇതാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നെ അത് നിന്നുപോയി എന്നുള്ളതിൽ മാത്രമാണ്. അത് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയത്. നമ്മൾ പാർട്ടിക്കാരനെങ്കിൽ പാർട്ടിയുടെ കൂടെ നിൽക്കണം. അന്നത് ആ വാർത്ത ചെയ്യേണ്ടായിരുന്നു എന്നൊരു തീരുമാനമുണ്ടായി. അല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതിൽ. കാരണം നമ്മൾ അങ്ങനെ ഇടപെടാറില്ല. അല്ല, ഒന്ന് ഇത് 24 മണിക്കൂറും ലൈവായിട്ടുള്ള, അപ്പം ലൈവ് എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ മുമ്പേ പറക്കുന്ന പക്ഷി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ എക്സ്പ്രസ് ഹൈവേ അത് കാലത്തിന് മുമ്പ് ചിന്തിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അന്ന് ഞാൻ അഭിമുഖീകരിച്ചത്. അത് ഇന്ന് ആക്സസ് കൺട്രോൾഡ് ആയാലും ആർക്കും പ്രശ്നമില്ല. ഇന്ന് പശു കടക്കുമോ അപ്പുറത്ത് കടക്കുമോ ഇല്ലേ എന്നുള്ള ആർക്കും പ്രശ്നമില്ല. കാരണം കാലം അതായി. അതേപോലെ ചാനലുകളും ഇപ്പോൾ എല്ലാവർക്കും അറിയാം ലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്. പക്ഷെ അന്ന്
ലൈവ് എന്ന് പറയാൻ ആർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഞാൻ ഒരു ക്യാമറ വെച്ച് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്കെങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് ലൈവായി പോകുന്നു. പക്ഷെ അത് ഏതോ സമയത്ത് എവിടെയോ ഇരിക്കുന്ന ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അന്നേ ജേർണലിസ്റ്റുകൾ മൊത്തം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ വാർത്ത നിങ്ങൾക്കെതിരെ വന്നാലും, അന്ന് എനിക്ക് തോന്നുന്നു അരുണാണ് ആ ചോദ്യം ചോദിച്ചത്, ഇന്ന് റിപ്പോർട്ടറിലുള്ള അരുൺ. അന്ന് അദ്ദേഹം അവിടെ ട്രെയിനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾക്കെതിരെ ഒരു വാർത്ത വന്നാൽ പിന്നെ ഞങ്ങൾക്ക് കൊടുക്കണ്ടേ? ഞാൻ അന്ന് കൊടുത്ത മറുപടി, അത് വസ്തുനിഷ്ഠമായി വിലയിരുത്തി അതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് എനിക്കെതിരെയും കൊടുക്കാം. ആ ചാനലിലാണ് മങ്കട ഞാൻ തോൽക്കും എന്ന് എൻ്റെ ചാനലിലാണ് ആദ്യം പറയുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ, ഞാൻ എൻ്റെ ചാനലെങ്കിലും ഞാൻ ജയിക്കുമെന്ന് പറയുമെന്ന്? പറയാൻ പറ്റില്ലല്ലോ. എഡിറ്റോറിയലിൽ ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. ഇല്ല, എഡിറ്റോറിയലിൽ ഇടപെടില്ല എന്നുള്ള ഒരു വാക്കായിരുന്നു അത് കാരണം ജേർണലിസ്റ്റുകൾക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലായിരുന്നു അത്. പക്ഷെ ഇത്ര വലിയ വിവാദങ്ങളാകും, ആ വിഷയങ്ങൾ ഇത്ര വലിയ വിവാദങ്ങളാകുമെന്ന് എഡിറ്റോറിയലുള്ളവർക്ക് ഏറെയൊക്കെ അറിയാം, ബോധ്യമുണ്ടാവുമല്ലോ. മുനീർ സാഹിബ് അന്ന് കേരളത്തിലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് കേരളത്തിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനന്നവിടെ ഉണ്ടപ്പോഴാണ് ഞാനന്ന് ഓഫീസിലുണ്ട്. മുനീർ സാഹിബ് കേരളത്തിലില്ലായിരുന്നു. ഈ വാർത്ത ബ്രേക്ക് ചെയ്യും, വലിയ വിഷയങ്ങളാവുകയും ചെയ്യുന്നത്. പക്ഷേ എഡിറ്റോറിയലിൽ നിന്നും ഒരു കോള് പോലും ചെയ്യാതെ വരുവാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ചാനൽ സമ്പ്രദായം അത് അങ്ങനെയില്ല. അതാണ് അത് ഈ ജേർണലിസ്റ്റുകളെ എടുക്കുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, ഇടപെടലുകളില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്കൊരു 24/7 എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ നമുക്ക് ബ്രേക്ക് ഈവനാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ബ്രേക്ക് ഈവൻ ആയിരുന്നു. ഒരു വർഷത്തോളം നമ്മൾ ലാഭകരമായി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് പറയുന്ന ഒരു വർഷം ലാഭകരമായിട്ട് പോയിട്ടുള്ളൂ, 1.5 വർഷം. ബാക്കി നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നുള്ള രീതിയിൽ ബാലൻസ് ചെയ്തത്. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും പരസ്യങ്ങളിലൊക്കെ പുതിയ ചാനലുകൾ വന്നല്ലോ. പുതിയ ചാനലുകൾ വരുമ്പം എന്ത് പറ്റും, ഇതിൻ്റെ ഷെയറുകൾ പോകും. ഈ പരസ്യങ്ങൾ ഭാഗിക്കപ്പെടും. കാരണം റൊട്ടി ഒന്ന് തന്നെയാണ്, കൂടുതൽ കഷ്ണമായിട്ട് മുറിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ വിഹിതം കുറയുമല്ലോ. പെട്ടെന്ന് പ്രസിഡന്റ് നികേഷ് സാറ് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? അതും എനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. കാരണം നികേഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലായിട്ടാണ് പിന്നീട് അത് പോയിട്ടുള്ളത്. കാരണം MK മുനീറിൻ്റെ ഫേസ് അല്ലല്ലോ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് നികേഷിൻ്റെ മുഖമാണ് ഇന്ത്യ വിഷൻ്റെ മുഖം ആയി മാറിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് പിന്നീട് ആങ്കേഴ്സായതും ന്യൂസ് റീഡേഴ്സായിട്ടും ഒക്കെ മാറിയിട്ടുള്ളത്, റിപ്പോർട്ടേഴ്സായിട്ട് മാറിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ബ്രേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ആളങ്ങ് പോകുമല്ലോ. അതൊക്കെ വലിയ പ്രതിസന്ധി. അപ്പോൾ അതിന് പകരം ആളെ താഴത്തുനിന്ന് നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഞാനില്ലാത്തതുകൊണ്ട് ആരാണ് പകരം അത് ഏറ്റെടുക്കേണ്ടതെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അത് അവിടെ ഇൻറ്റേർണലായിട്ട് തന്നെ ഉള്ള തീരുമാനങ്ങളിലൂടെയാണ് മാറ്റങ്ങൾക്ക് വിധേയമായത്. ഒരു സമയത്തെങ്കിലും ഇന്ത്യ വിഷൻ ചാനൽ താഴത്തേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ട് പാർട്ടി ഏറ്റെടുക്കാമെന്ന് എന്തെങ്കിലും കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല, എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് പിന്നെ പാർട്ടി ഏറ്റെടുക്കും. പക്ഷേ പാർട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചാനൽ ഏറ്റെടുക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു സാഹചര്യം പാർട്ടിക്ക് നമുക്കറിയാമല്ലോ, ഓരോ കാലമാണല്ലോ. ചിലപ്പോൾ ഈ സമയത്തായിരുന്നുവെങ്കിൽ പാർട്ടിയോട് ഏറ്റെടുക്കാൻ പറഞ്ഞ പാർട്ടി ഏറ്റെടുക്കും. കാരണം എന്താ വെച്ചാൽ ചാനലിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും അടിത്തട്ടിലുള്ളവർക്കെതിരെ അറിയാം. അന്ന് സാധാരണക്കാരനെ ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ വലിയ പ്രയാസം. പാർട്ടി നേതൃത്വം ഏറ്റെടുത്താലും അണികളിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ ബോധ്യപ്പെടുത്താനുള്ള പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം പാർട്ടി അന്ന് അതിന് തുനിയാൻ ഇരുന്നത്. പക്ഷെ ഇന്ന് പലരും നമുക്കൊരു ചാനൽ വേണ്ടേ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ്.
ഇന്ത്യ വിഷൻ തിരിച്ചു വരണമെന്നോ ആഗ്രഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരുമോ? അത് പ്രാബല്യത്തിൽ വരും. കാരണം ഇനി എനിക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവഴിക്കാം. പിന്നെ പഴയ രീതിയിലുള്ള വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ ചാനലുകൾക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് ഞാൻ പിന്നെ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഡിജിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ അനലോഗിൻ്റെ പൈസയേക്കാൾ കുറവായിരുന്നു ഡിജിറ്റൽ. പക്ഷേ ഡിജിറ്റൽ അന്ന് നമ്മൾ ടേപ്പാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ടേപ്പില്ല. അപ്പോൾ അന്ന് നമ്മൾ വാങ്ങിയ എല്ലാ ക്യാമറകളും ഔട്ട്ഡേറ്റഡായി. അപ്പോൾ അത് നമുക്ക് എന്താണ് ആക്രി വിലക്ക് കൊടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പം പുതിയ ടെക്നോളജിയിൽ നമുക്ക് ഈവൻ മൊബൈൽ ഫോണിൽ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി വളർന്നു. ലൈവ് എന്ന് പറയുന്നതിന് നമുക്ക് OB വാനുകൾ നമ്മളിപ്പോൾ കാണുന്നില്ലല്ലോ. അന്ന് നമുക്ക് 3 OB വാനുണ്ട്. അപ്പോൾ ഒരു OB വാൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ നമുക്ക് ഓർക്കാം. എല്ലാ സെൻറ്റേഴ്സിലും സാറ്റലൈറ്റ് ന്യൂസ് ഗാദറിങ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്വന്തം എർത്ത് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും OTT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തുടങ്ങിയതോടുകൂടി സാറ്റലൈറ്റ് പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് OTTയിൽ മാത്രമായി ഉള്ള ചാനലുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ചാനലുകൾ ഇനി വരിക എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് ഇപ്പോൾ ഉള്ള ചാനലുകൾക്കും അത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം അവർ ഓൾറെഡി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതുതായി വരുന്ന ചാനലിന് എന്താണ്, ഈ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പുതിയ പോസിറ്റീവ് ഘടകങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് വരാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇനിയിപ്പോൾ പാർട്ടി പ്രവർത്തനം മാത്രമേ ഉള്ളൂ, ഇപ്പം വലിയ ബാധ്യതകളൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കാൻ ഇനി കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധാപൂർവം നമുക്ക് നമ്മളെ പിന്നെ വാർത്തകളിലൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ജേർണലിസ്റ്റ്. പക്ഷേ എപ്പോഴും എൻ്റെ ഇതെന്താ വെച്ചാൽ ഇന്ത്യ വിഷൻ്റെ സ്പേസ് അവിടെ ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എത്രയോ ചാനലുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യ വിഷൻ്റെ ഒരു സ്പേസ് അവിടെയുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലം ഇൻട്രാക്റ്റീവ് ചാനലിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാനലിൽ തന്നെ നമുക്ക് എല്ലാ ജനങ്ങൾക്കും വന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, അതിന് ചിലപ്പോൾ ഒരു പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫേർഡ് ലൈവ് എന്ന് പറയും. അതായത് ഈ ലൈവിനും പിന്നെ ഡെഫേർഡ് ലൈവിനും ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പ് 3 സെക്കൻഡോ 4 സെക്കൻഡോ ഗ്യാപ്പിൽ വരുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് സാധാരണ ആളുകൾക്കും കൂടി ചാനലിൽ പിന്നെ ചർച്ചകളിൽ പങ്കാളികളാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യ വിഷൻ. ഞാൻ മുനിസാഹിബിൻ്റെ അടുത്തേക്ക് വരുമെന്ന് നമ്മുടെ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ഈ ഒരു ചോദ്യം എന്നോട് പ്രസക്തമായി ചോദിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞാൻ ഈ അടുത്ത് പറഞ്ഞു, എനിക്ക് അഭിമാനബോധം തോന്നുന്നത് എന്താ വെച്ചാൽ ഇന്ത്യ വിഷനുള്ള ആരും പേടായി പോയിട്ടില്ല. അവരവരുടേതായ രീതിയിലുള്ള വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓരോ മേഖലകളിലും ഒരു വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഏത് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ വിഷൻ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിലും അവിടെ ഉണ്ട്. അതിനെ ലീഡ് ചെയ്യുന്നുണ്ട്, ഒറ്റക്ക് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂട്ടി നമ്മൾ കോളേജ് വിട്ടു പോകുമ്പോൾ കോളേജിൽ വീണ്ടും ഒരു പുനഃസമാഗമം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഈ അലൂമിനികൾ ഒരുമിച്ച് കൂടുന്ന പോലെ ഇന്ത്യ വിഷനിൽ നിന്നും പല സ്ഥലത്തും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു അലൂമിനി ഗെറ്റ് ടുഗെദർ ഉണ്ടാക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അവരൊക്കെ ഒന്ന് എനിക്ക് കാണണം. കാരണം അത് ഞാൻ അഭിമാനബോധത്തോടു കൂടിയാണ് ഓരോ ചാനലിൽ വരുമ്പോഴും നമ്മൾ അവൻ അതിൽ പോയി കളഞ്ഞല്ലോ എന്നല്ല എനിക്ക് തോന്നി. അവൻ അവിടുത്തെ ഏറ്റവും തലപ്പത്താണ്. കാരണം ഇന്ത്യ വിഷൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവന് പിന്നെ ഏത് കാട്ടിൽ കൊണ്ടുപോയിട്ടാൽ അവനതിനെ അതിജീവിക്കും. അപ്പോൾ അതിജീവനം സത്യത്തിൽ അതിൻ്റെ ആദ്യ പാഠങ്ങൾ അവർ പഠിച്ചിട്ടുള്ളത് ഇന്ത്യ വിഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട്
എവിടെ അവർ പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാവും ഉടനെ തന്നെ. എല്ലാവരും തയ്യാറെടുക്കണം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും കൊച്ചിയിലാണ് കോഴിക്കോടായിരിക്കും എവിടെയാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ എളുപ്പം? കൊച്ചിയായിരിക്കുന്നതെന്ന് എനിക്ക് ഒന്നുകൂടി എനിക്ക് തോന്നുന്നു. നമ്മൾ വാർഷികം നമ്മൾ തൊട്ടടുത്ത ഹൈവേ ഗാർഡനാണ് കൂടാറുള്ളത്. അതെ അതെ അതൊക്കെ ഇപ്പൊ ഓർമ്മയില്ല. മുനീർ സാഹിബ് വരും, അപ്പം പാട്ടുകൾ നമ്മൾ പാടും, മുനീർ സാഹിബ് പാടും. ആ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക അല്ലേ? അല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നോണ്ട് പറഞ്ഞാണ്. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പൊ ആ മുനീർ സാഹിബ് പറഞ്ഞല്ലോ, ഇവിടുന്ന് ഓരോ ആൾക്കാരും ഓരോ മേഖലയുള്ളത്. ഞാൻ തന്നെ ഞാനൊരു ക്യാമറാമാനായിട്ട് ജീവിതം തുടങ്ങി. എന്നെ ഇന്ത്യ ഔട്ടിലേക്ക് കൊണ്ട് എത്തിക്കുന്ന PK പ്രകാശാണ്. നമ്മുടെ കൈപ്പാടൻ സലീമും ഞങ്ങൾക്കൊരു ഓൺലൈൻ ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നു അവിടെ, കേബിൾ. അപ്പോൾ PK പ്രകാശൻ, കൈപ്പാടൻ സലീമും PK പ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞ് PK പ്രകാശ് കൊണ്ടാണ് എന്നെ ഇന്ത്യ ഔട്ടിൽ ഏൽപ്പിക്കുന്നത്. രാജീവേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, മണിലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ ക്യാമറാമാനായിക്കുന്നത്. അപ്പോൾ ആ വരവ് നേരത്തെ പറഞ്ഞു, നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാലും നമ്മൾ ജീവിക്കുന്നതിന് തെളിവാണ്. ഇപ്പം അങ്ങയുടെ പിന്നെ ചാനൽ നിത്യവും കാണുന്ന ഒരാളാണ് ഞാൻ. ഒത്തിരി സന്തോഷം. അപ്പോൾ ഏറ്റവും ഉന്നത തലത്തിലുള്ള ആളുകളെയൊക്കെ അങ്ങേക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു ക്യാമറമാനല്ല, ഇപ്പോൾ ഇനി ഒരു തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കേണ്ട ആളാണ്. അതെ അതെ, അത് അവിടെ എത്താൻ പറ്റി. അത് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. അഭിമാനത്തോടുകൂടി പറയാമല്ലോ, ഈ സ്കൂളിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയെന്ന് പറയാമല്ലോ. എനിക്ക് ശമ്പളം തന്ന കൈയാണല്ലോ അത്. ആ കൈ മറന്ന് തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പറയുന്നതാണ്. നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകും. പക്ഷേ ഇപ്പൊ പറഞ്ഞപ്പം ഏത് കാട്ടിൽ കൊണ്ടായാലും ജീവിക്കും. ചാമ്പങ്ങ തിന്നുവരെ ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓർത്തെടുക്കേണ്ട കാര്യമാണ്. അതെ, നമ്മുടെ പ്രവർത്തകർ. പിന്നെ നമ്മുടെ ക്യാമറകൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനല്ലോ പ്രോമിറ്റർ ഇല്ലാത്തപ്പോൾ ഞാൻ ഭാഗത്തിന് ന്യൂസ് വായിക്കാൻ പേപ്പറിൽ എഴുതി കാണിച്ചു കൊടുത്ത് നിന്നിട്ടുണ്ട്. ഇന്ത്യ ഔട്ടിൽ ഞാൻ നിന്നിട്ടുണ്ട്. പ്രോമിറ്റർ പോലും ഇല്ലാതെ ജീവിച്ച ആളുകളാണ്. പിന്നെ നമ്മൾ എവിടെ എത്തും ഉറപ്പാണ്. എന്നിട്ടും നമ്മൾ ഇന്ത്യ വിഷൻ അല്ലേ അന്ന് എല്ലാവരും ആദ്യം വെക്കുന്ന ചാനൽ. അന്ന് ലാൻഡിങ് പേജ് ഒന്നും ഇല്ല. അന്ന് എല്ലാവരും അത് വെക്കുന്ന, നമ്മളും ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു ചാനലിനെ ജനങ്ങൾ നെഞ്ചിലേറ്റി. പക്ഷെ ജനങ്ങൾ നെഞ്ചിലേറ്റി, മുനീർ സാഹിബിനെ നെഞ്ചിലേറ്റി. പക്ഷേ മുനീർ സാഹിബിനെ കുറിച്ച് പുറത്ത് ഉണ്ടായിരുന്ന ഭയങ്കര കോടീശ്വരനാണ്, സമ്പന്നനാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഏതൊക്കെ വകുപ്പിൽ എത്ര നാൾ ദീർഘമായിട്ട് MLA, ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ കണ്ണ് നിറയുകയല്ലാതെ ഒന്നും ആർക്കും ഉണ്ടായില്ല. അത് പാർട്ടി ഏറ്റെടുക്കുകയും ചെയ്തു. പാർട്ടിയോടുള്ളൊരു സ്നേഹം അമിതമാണ്. തീർച്ചയായും ഇനി നമുക്ക് കാലാകാലത്തേക്ക് കടപ്പെട്ട്, അതായത് ജീവിതം എൻ്റെയും എൻ്റെ തലമുറകളുടെയും ജീവിതം ശരിക്കും പാർട്ടിക്ക് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും. ഈ മുഖ്യമന്ത്രി വളരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു സംസാര രീതി എങ്ങനെയാണ് കണ്ടത്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. താങ്കളുടെ ഒരു രോഗം വന്ന സമയത്ത് സംസാരിച്ചത്. മുഖ്യമന്ത്രി ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ വീട്ടിൽ വന്നു, കാണാൻ വന്നു. അത് വ്യക്തിപരമായി അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല, അദ്ദേഹം എന്നോടൊരു വാത്സല്യപൂർവ്വമാണ് എപ്പോഴും എന്നെ കണ്ടിട്ടുള്ളത്. പക്ഷേ നിയമസഭയ്ക്കകത്ത് പിന്നെ നമ്മൾ കണ്ണും മൂക്കില്ലാതെ സംസാരിക്കാറുണ്ട്. അദ്ദേഹം തിരിച്ചും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ അത് പൊളിറ്റിക്സ് അല്ലേ. രാഷ്ട്രീയത്തിൽ ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ രാഷ്ട്രീയം ഇല്ലല്ലോ. അത് ഇനിയും നഖശികാന്ത് എതിർക്കുക തന്നെ ചെയ്യും, അത് വിഷയം വേറെ. പക്ഷെ അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നതകളെ വ്യക്തിതലത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് വ്യക്തിബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉള്ളതാണ്. ഇപ്പോൾ ഒരു വെറുപ്പിൻ്റെ കാലമാണ്. ഹെയ്റ്റ് സ്പീച്ച് എന്നൊക്കെ പറയുന്നത്, ഹെയ്റ്റ് സ്പീച്ച് വന്ന് വ്യക്തിഹത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ അതൊക്കെ ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതേസമയം ഐഡിയോളജിക്കലി, അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. അതാണ് ഞാനിപ്പം എന്നോട് പലർക്കുമുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്തരം രാഷ്ട്രീയപരമായ വിട്ടുവീഴ്ചകൾ അത് നിയമസഭയ്ക്കകത്തും പുറത്തും ചെയ്യാറില്ല. അത് തന്നെയാണ് ജമാഅത്തിനോടും ജമാഅത്തെ ഇസ്ലാമിക്കും എന്നോടുള്ള പ്രശ്നം. പക്ഷെ അവർക്കറിയാത്ത കാര്യം, അത് വെറും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പുകളാണ്. അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എല്ലാറ്റിനും
വിധേയനായി നിൽക്കുന്ന ഒരാളായി മാറിപ്പോകില്ലേ? തീർച്ചയായിട്ടും. ഒറ്റ ചോദ്യങ്ങളെ രണ്ട് ചോദ്യം, ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരമാണ്. CH മുഹമ്മദ് കോയ എന്ന താങ്കളുടെ പിതാവിൽ കണ്ട പോസിറ്റീവ്? അദ്ദേഹം ഏറ്റവും അധികം ഈ പറഞ്ഞ പോലെ അടിത്തട്ടിലുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു സമ്പന്നരുമായിട്ടുള്ള ബന്ധങ്ങളെക്കാൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ വില കൊടുത്തിരുന്നത് ഏറ്റവും താഴെത്തട്ടിൽ. അദ്ദേഹം കല്യാണങ്ങൾക്ക് പോവുകയാണെങ്കിലും ഏറ്റവും പാവപ്പെട്ടവൻ്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ ഏറെ സമയം ചിലവഴിക്കും. അത് തന്നെയാണ് ഞങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. തങ്ങന്മാർ എന്തുകൊണ്ട് പാർലമെൻ്ററി മോഹികളാകാത്തത്? അത് PMSA പൂക്കോയ തങ്ങളുടെ കാലം മുതൽ, ബാഫക്കി തങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ബാഫക്കി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബാഫക്കി തങ്ങൾ ആരെയും പിന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. PMSA പൂക്കോയ തങ്ങൾ പാണക്കാടേക്ക് ചെന്ന ശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ശക്തമായ നിലപാട് എന്ന് പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹത്തിലേക്ക് നമ്മൾ കടക്കരുത്. കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ അത് ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം പറയുന്നത് കിങ് എന്നതിനേക്കാൾ, കിങ് ആവുക അല്ലെങ്കിൽ മന്ത്രി ആവുക എന്നതിനേക്കാൾ കിങ് മേക്കർ ആവുക എന്നുള്ളതാണ് കൂടുതൽ അഭികാമ്യം. അതായത് മന്ത്രി ആവുന്നതിനേക്കാൾ മന്ത്രിമാരെ ഉണ്ടാക്കുന്ന ആളാവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അപ്പോൾ അദ്ദേഹത്തിന് വിധേയരായിരിക്കും എല്ലാ മന്ത്രിമാരും, അല്ലെങ്കിൽ ഹി വിൽ ബി വൺ എമംഗ് ദി അതർ മിനിസ്റ്റേഴ്സ്. അതെ. മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ? അതിപ്പോൾ പറയുമ്പോൾ എൻ്റെ പിതാവാണ് കുറച്ച് സമയമാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ പിതാവിന് ഏറ്റവും പിന്തുണ കൊടുത്തിട്ടുള്ള ആൾ ശ്രീ കെ കരുണാകരൻ. എനിക്ക് വലിയ പിന്തുണയായിട്ടുള്ളത് AK ആൻ്റണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2 മന്ത്രിസഭയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. AK ആൻ്റണി, ഉമ്മൻചാണ്ടി ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു ഭയങ്കരമായിട്ടുള്ള എമ്പതിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ സാമൂഹ്യനീതി മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വെട്ടിത്തിളങ്ങാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉമ്മൻചാണ്ടി ഉള്ളതുകൊണ്ട്. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹം കർക്കശക്കാരനായിട്ടുള്ള പിന്നെ നിലപാടുള്ള ആളായിരുന്നു. ആ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന നിലപാടിലാണ് അദ്ദേഹം അടിയുറച്ച് നിന്നിട്ടുണ്ട്. പിണറായി എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അദ്ദേഹം പിന്നെ വ്യക്തിബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ ആസ് എ പിന്നെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം കുറച്ചുകൂടി പിന്നെ താഴോട്ട് വന്ന് ആളുകളുമായി അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അതായത് ശരീരഭാഷയിൽ അദ്ദേഹത്തോട് അടുക്കാൻ ആളുകൾക്ക് പേടിയാണ്. അപ്പം അദ്ദേഹം ഒന്നുകൂടി ആളുകളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കായിരുന്നെങ്കിൽ പിണറായി വിജയൻ വേറൊരാളായി പോവുമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എനിക്ക് എപ്പോഴും ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ളതാണ്. പലരും അദ്ദേഹം പിന്നെ എന്നെ 2 ധ്രുവത്തിൽ, പക്ഷെ ഒരു കാലത്തും തമ്മിലടിപ്പിക്കാൻ ഒത്തിരി നോക്കിയിട്ടുണ്ട്. ഒരു കാലത്തും സത്യത്തിൽ അദ്ദേഹത്തെയാണ് ഞാൻ സമ്മതിക്കേണ്ടത്. പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞാനാണ് അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ MK മുനീർ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹത്തിന് സൈഡ് ലൈൻ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എപ്പോഴും പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ പ്രസിഡൻറ്റും അല്ലെങ്കിൽ ലീഡറും ഞാൻ ഡെപ്യൂട്ടി ലീഡറുമായിട്ടാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഏത് കാര്യത്തിലും വിളിച്ച് ഒരു അന്വേഷണം നടത്തി കൂട്ടായി ആണ് പല തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുള്ളത്. UDF എത്ര സീറ്റ് പിടിക്കും? UDF ഈ പ്രാവശ്യം 100 സീറ്റ് 100ലേക്ക് എത്തും. കാരണം എന്താ വെച്ചാൽ ഈ ആൻറ്റി ഇൻകുംബൻസി ഒരു ഭരണവിരുദ്ധ തരംഗം മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അതിന് പുറമെ പുതിയ തലമുറ അവരുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇനി എന്തായാലും ഒരു പുതിയ നേതൃത്വം വേണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം തന്നെ ഞാൻ പോയിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ
ഇടതുപക്ഷം ഇപ്പോൾ ഉള്ള മണ്ഡലം പേരാമ്പ്ര അടക്കമുള്ള മണ്ഡലങ്ങളിൽ വൻ മാറ്റങ്ങളാണ് കാണുന്നത്. ജി സുധാകരൻ, കെ സുധാകരൻ, അത് രണ്ടും രണ്ട് പിന്നെ സൃഷ്ടികളാണ്. കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ കണ്ണൂരിന് വേണ്ടി പിന്നെ കണ്ണൂർ പൊളിറ്റിക്സിൽ വളർന്നു വന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഉശിരും അതിൻ്റെ ഒരു ചങ്കൂറ്റും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ആണികൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ജി സുധാകരൻ അതേപോലെ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷത്താണ്. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനമുണ്ട്. നമ്മളോടൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത്. മാത്രമല്ല ഒരു വിവേചനപൂർവ്വം പിന്നെ അല്ല അദ്ദേഹം വികസനങ്ങൾ നടത്തിയിട്ടുള്ളത്. നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അദ്ദേഹം ചെയ്തു തന്നിട്ട്. സിനിമ കാണാറുണ്ട് മമ്മൂട്ടി, മോഹൻലാൽ. അത് രണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ രണ്ട് കണ്ണാണ്. ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് പിന്നെ മറ്റേ കണ്ണിന് മാത്രം കാഴ്ച ഉണ്ടായിട്ട് കാര്യമില്ല. ഈ രണ്ട് കണ്ണിൻ്റെയും കാഴ്ചയാണ് മലയാള സിനിമ. ആ രണ്ട് കണ്ണിലൂടെയും മലയാളികൾ ഇവരെ നിറഞ്ഞ് കാണുന്നുണ്ട്. ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യും? ദുഃഖം ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. നമ്മളിതൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള എനിക്ക് വായന എൻ്റെ ഒരു ഭയങ്കരമായ വീക്ക്നെസ്സാണ്, എഴുത്ത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നുമില്ല എങ്കിൽ പുസ്തകം ഇരുന്ന് വായിക്കാനും കുറച്ച് കുത്തിക്കുറിക്കാനും എനിക്ക് ആരുടെയും സേവ ആവശ്യമില്ലല്ലോ. ജീവിതം പുസ്തകമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? അങ്ങനെ ആലോചിച്ചിട്ടില്ല. കാരണം എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ പല രീതിയിലാണ് എന്നെ വായിക്കപ്പെടുന്നതെങ്കിലും ചിലർ എന്നെ വില്ലനായിട്ട് വായിക്കുന്നുണ്ടാകാം, ചിലർ നായകനായിട്ട് വായിക്കുന്നുണ്ടാവാം, ചിലർ ഒരു മീഡിയോക്കറായിട്ട് കാണുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ ജീവിതം, എൻ്റെ പിതാവിൻ്റെ ജീവിതവും എല്ലാം ആളുകൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഉമ്മച്ചി പറഞ്ഞ ഏതെങ്കിലും കാര്യം ഓർക്കുക? ഉമ്മ എന്താ പറഞ്ഞ വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനപ്പം പിന്നെ മെഡിസിൻ പഠിക്കണം. ഉമ്മയുടെ ആഗ്രഹം, വാപ്പയുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നീ മെഡിസിൻ കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. വാപ്പയുടെ ഒരാഗ്രഹം ഒരു കാർഡിയോളജിസ്റ്റൊക്കെ ആകണം എന്നുള്ളത്. പക്ഷേ ബി അബ്ദുള്ള കോയ സാഹിബും MK അബ്ദുള്ള കോയ തുടങ്ങിയ നേതാക്കന്മാർ വീട്ടിൽ വന്നിട്ട് എനിക്ക് 25 വയസ്സായപ്പോൾ ഞാൻ മെഡിസിൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ കോർപ്പറേഷനിലേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു ഉമ്മയോട്. അപ്പം ആദ്യം കുറേ പിന്നെ എതിർപ്പൊക്കെ പറഞ്ഞു. പിന്നെ ഉമ്മ പറഞ്ഞൊരു വാക്ക്, അവൻ്റെ വാപ്പയെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നാണല്ലോ, ഇനി ഇവനായിട്ട് ഞാൻ പിടിച്ചു വെക്കുന്നില്ല, അവനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അന്ന് തുടങ്ങിയ യാത്രയാണ് ഇവിടെ ഈ അഭിമുഖത്തിൽ വരെ എത്തി നിൽക്കുന്നത്. യാത്ര തുടരണം, നീയും തുടരണം. രാഷ്ട്രീയ ജീവിതവും എല്ലാം ഒരുമിച്ച് കൊണ്ടാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്കൊക്കെ തോന്നുന്നു. സാഹിബ് അങ്ങനെ വിശ്രമിക്കണം. സ്വന്തം ഭാര്യ പറഞ്ഞ ഒരു പോസിറ്റീവ് വശം? ഭാര്യ ഇതേപോലെ തന്നെ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കരുതെന്നാണ് പറയാറുള്ളത്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം, എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കണം. അവളെപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാം. എന്തുണ്ടെങ്കിലും അവളുടെ മുഖത്ത് ഒരിക്കലും നമ്മളെ വീട്ടിലുള്ള ഒരു ദുഃഖവും പ്രാരാബ്ദവും അവളെ മുഖത്ത് നോക്കിയാൽ കാണാനേ പറ്റില്ല. സന്തോഷം വരുമ്പോൾ പാടുന്ന പാട്ട്? എനിക്കെപ്പോഴും ബാബുരാജാണ് എൻ്റെ സന്തോഷം. അപ്പം സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ ഞാൻ ബാബുരാജിലാണ് അഭിപ്രാപിക്കുക. ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ള പാട്ടാണ് ബാബുരാജിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ദുബായിൽ പോയി ഷംസുക്കാട് വീട്ടിൽ പോയി
ഗസൽസ് ഒക്കെ പാടാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വീഡിയോ എടുത്ത് ഞാൻ ഒന്നും കൂടെ അപ്പ് ചെയ്തു. നിസാറിന്റെ വിഷയം വന്നപ്പം ഞാൻ ഷംസുക്കാരുടെ അടുത്ത് പോകാറുണ്ട്. അപ്പം ഷംസുക്കായി നല്ല അറിയില്ലേ, നല്ല ഷംസുക്കാരുടെ അടുത്തുണ്ട്. ഞാൻ ആ പാട്ട് ഒന്നും കൂടെ ഈ ഒരു വിഷയം ഒക്കെ എടുത്ത് വീണ്ടും ഞാൻ അപ്പ് ചെയ്തു. ഷംസുക്കാർ എനിക്ക് കോപ്പിറൈറ്റ് ഒന്നും അവിടെ പോയി ഇരിക്കാറുണ്ട്, എല്ലാവരുമായിട്ട് കൂടാറുണ്ട്. ഈ ബാബുരാജിന്റെ ഒരു മനോഹരമായ നാലേരി പാട്ടോടി നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഈ ചിലമ്പൊലി, ഈ ശബ്ദവും എന്നും ഉണ്ടാകണം. നമുക്ക് ഇന്ത്യ വിഷൻ്റെ ആ പരിപാടിയൊക്കെ ഒന്നും ഗംഭീരമായിട്ട് കൂടണം. തീർച്ചയായിട്ടും ഞാൻ എടുത്ത അഭിമുഖം നിസാമിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഐ എം എ ഫോളോവർ ഓഫ് യു. ഒത്തിരി സന്തോഷം ഈ സമയം ഇത്ര അനുവദിച്ചാൽ. ഞാൻ അതിനുവേണ്ടി മാത്രം ഒന്നാണ്. ഇത് നമ്മുടെ ഇന്ത്യ വിഷൻ ടീമിന് വേണ്ടിയാണ് ഞാൻ എടുത്തിരുന്നത്. തീർച്ചയായും അവരോടൊക്കെ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. എന്നെ അറിഞ്ഞവർക്കും എന്നെ തിരിച്ചറിയാത്തവർക്കും എന്നിൽ വിശ്വാസമുള്ളവർക്കും എന്നെ അവിശ്വസിക്കുന്നവർക്കും ഒക്കെ ഒരു നല്ല നമസ്കാരം. ഒത്തിരി സന്തോഷം.